ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കലയുള്ള ശിവഗിരിയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്നല്ലേ നമ്മളെ ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്നുള്ള ദൂരം. അപ്പം ഡിസംബറിൽ 25-ന് ഫംഗ്ഷൻ തുടങ്ങി, ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എടുക്കുന്ന ദിവസം ആ ഫെസ്റ്റിവലെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച ആയി. നമ്മൾ അന്നെടുത്ത ഷൂട്ടാണ് ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടെന്നുള്ള കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കണ്ടാലോ? അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുമക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ഒന്നും മേടിക്കാതെ ആരും പോകത്തില്ല അവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം കുഞ്ഞുമക്കളെ വേണ്ട, വലിയ ആൾക്കാരെ കൊണ്ടുപോയാൽ പോലും കാരണം പലതരം സാധനങ്ങളാണ്. പക്ഷെ എന്തെങ്കിലും വാങ്ങാതെ പോകത്തില്ല അവിടെ. ഇഷ്ടംപോലെ ഫുഡ് ആയിക്കോട്ടെ, കഴിക്കുന്ന പലതരം ആഹാരങ്ങളും, പിന്നെ ഇതുപോലെ ടാറ്റു അടിക്കുന്നുണ്ട്. ഈ ടാറ്റു ഒക്കെ ലീഗലാണോ? കാരണം ഒരാൾക്ക് കുത്ത് സൂചിയായിരിക്കും, പിന്നെയും കുത്തുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇഷ്ടം പോലെ ടാറ്റു സെന്റർ ആയിരുന്നു ഇവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഈ കടല വറുത്താണ്. ഇതല്ല, മറ്റേ പച്ചക്കടലയില്ലേ, ആ പച്ചക്കടല വറുത്തിയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കൃഷ്ണ, എനിക്ക് ഭയങ്കര കൃഷ്ണഭക്തിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടംപോലെ കൃഷ്ണന്റെ പല രൂപങ്ങളും ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ പാടില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല, ജസ്റ്റ് നമ്മൾ കാണാൻ ആഗ്രഹം കൊണ്ട് എല്ലാം നമ്മൾ വീഡിയോ എടുത്തേ ഉള്ളൂ. ലൈറ്റ് വർക്ക് നോക്കി, പൊളിയല്ലേ, അടിപൊളിയാണ്. പിന്നെ ഈ ഷോപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഗുഡായിരുന്നു. നല്ല അന്ന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം ഇത് കാണുമ്പോഴേ അറിയാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ മൊത്തം. പിന്നെ ഇതുപോലെ ഫാൻസി കടകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെ കൂടുതലുള്ളത് ബജിക്കടയാണ്. കാരണം മിക്കയിടത്തും ബജി, മറ്റേ പാനിപ്പൂരി ഇല്ലേ, പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ആണ് അവിടെ. വെറൈറ്റി പ്ലാസ്റ്റിക്കിന്റെ പൂവിന്റെ കളക്ഷൻസ്. പിന്നെ നന്ദുവിനെ പിന്നെ പറയണ്ട, നന്ദുവിന് കമ്മല്, മാല, വള അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കരമായിട്ട് നോക്കിയത് വാങ്ങിച്ചത്. പോയപ്പോഴത്തേക്ക് കുറെ വാങ്ങിച്ചോട്ട് പോയായിരുന്നു. പിന്നെ ഇതുണ്ട കുങ്കുമം, പല തരത്തിലുള്ള ഡിഫറെന്റ് കുങ്കുമം അവിടെ ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ വാങ്ങിച്ചാലും ഇത്രയോളം ഫുള്ളൊന്നും വാങ്ങിച്ചില്ല. ലൈറ്റർ നോക്കി എന്തു പൊളിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി വരണം, അവിടുത്തെ വ്യൂ. ഏകദേശം ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ 7-8 മണി വരെ അടിപൊളിയായിട്ട് വൈബ് അടിച്ചിട്ട് നോക്കാം. പൈസ ഇല്ലെങ്കിലും എല്ലാം കാഴ്ച കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ഒരു ടൈമിൽ നല്ല കാറ്റായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതുണ്ട് ആ ഇടയ്ക്ക് ഒരു കൊച്ചു കുഞ്ഞ് നമ്മളെ ഫാൻസ് നമ്മളെ വീഡിയോസ് കാണുന്ന കുഞ്ഞു വന്നായിരുന്നു. പിന്നെ കൊച്ചുമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് കൊച്ചിന് നമ്മൾ നല്ല സംസാരമൊക്കെ ചെയ്തു നമ്മളിവിടെ. അങ്ങനെ കുറച്ച് നേരം സെൽഫിയൊക്കെ എടുത്തപ്പോൾ വേറൊരു പയ്യനും ആ ഗ്യാപ്പിൽ വന്നായിരുന്നു. പയ്യനെ ഇവിടെ കൊച്ചൊക്കെ ഉണ്ട്, നീ ഉണ്ടായിരുന്ന. പക്ഷെ നമ്മൾ സെൽഫി എടുത്തപ്പോഴത്തേക്ക് ആ പയ്യനെ പിന്നെ മിസ്സായി പോയി, പിന്നെ കണ്ടില്ലായിരുന്നു. നമ്മുടെ മോന്റെ സബ്സ്ക്രൈബ് കൂട്ടുകാരാണെന്നല്ലേ, കാരണം മോന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് മിക്ക പിള്ളേരും. ഞാൻ സെൽഫിയൊക്കെ എടുത്തായിരുന്നു. ഞാൻ ഇതിൽ ഇട്ടായിരുന്നു ഫേസ്ബുക്കിനകത്ത് ഈ ഒരു ഫോട്ടോ. പിന്നെ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, അതിന്റെ പേരെന്തൂടാ, മേള പോലെ സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ മറ്റേ കയ്യിൽ കണ്ട പാമ്പ്, ഓന്തല്ല വേറെന്തോ സംഭവമുണ്ട്, പേര് മറന്നത്. അപ്പം ഇതിന്റെ അകത്ത് കയറിയ സെൽഫി എടുക്കാം, ഇതൊക്കെ വെച്ചോണ്ടുള്ള. മനസ്സിലായില്ലേ, പുള്ളി അപ്പോൾ ഇത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കിയ പുറത്ത്. ടിക്കറ്റിന് 50 രൂപയാണ്. നമ്മളങ്ങനെ കയറി. നമ്മൾ കയറിയപ്പം വലുതായിട്ടൊന്നുമില്ല, കുറച്ച് ഇതിലാണ് കുറച്ച് എലി, പലതരം എലികള്, പക്ഷികള്, പൂച്ച അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഞാൻ 2-3 കുപ്പിവെള്ള സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്കും റെഡും ഒരു ഇതൊക്കെ ആയിട്ട് അല്ലേ. അത്യാവശ്യം 40 രൂപ. പക്ഷെ കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ളായിരുന്നു. വില കൂടുതലാണെന്ന് സംശയം എനിക്ക്. 120 രൂപ ആയിട്ടുണ്ട് 3 സെറ്റ് വാങ്ങിച്ചപ്പോൾ തന്നെ. ഇത് മറ്റേ ഭരണികളുണ്ടാണ്, അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഭരണികൾ, ഇഷ്ടംപോലെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. വില കുറവാ. 4 എണ്ണത്തിനാണ്ട് 100 രൂപയുടെ ഉള്ളു. അവിടെ ബോർഡ് ഉണ്ട്, നോക്കട്ടെ. 4 എണ്ണത്തിന് 100 ഇത്രയേ ഉള്ളൂ. ഗ്ലാസ്സിനൊക്കെ 2 കപ്പിന് 100, 4 ഗ്ലാസ്സിന് 100. മക്കളൊക്കെ വീട്ടിൽ അടി ഉണ്ടാക്കുമ്പോൾ 2 കളറൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെയാണ് ഇതുപോലത്തെ സംഭവം കുറച്ചുണ്ട്. പിന്നെ ചെണ്ട, കൊച്ചുങ്ങളെ സത്യം പറഞ്ഞല്ലോ മുക്കിന് മൂലയിലും കൊച്ചുങ്ങളെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ്. കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ പേടും, കാരണം ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ അതിനിടയ്ക്ക് അലോകിനെ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. ആ ഒരു കാറ് കണ്ട അതിന് വില ചോദിച്ചിട്ട് 650 രൂപ. എന്റെ പൊന്നോ, ഞാൻ അപ്പോഴേ വെച്ച്. എന്നിട്ട് ഞാൻ 250 എന്തോ വാങ്ങിച്ചു കൊടുത്തു മോനെ. പിന്നെ പലതരം അലുവകള്, പിന്നെ പഴയ മുട്ടായി. ഇതാണ് സംഭവം, പഴയകാല മുട്ടായി. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ട മുട്ടായി അതാണ് മറ്റേ പുളിമുട്ടായും നാരങ്ങ മുട്ടായൊക്കെ. ഇഷ്ടംപോലെ ഉണ്ട് പഴയകാല മുട്ടായി. പിന്നെ ഇത് പേനകള്, പെൻസില്, അത് വെറും പേനയല്ല, വെറൈറ്റി സംഭവങ്ങളൊക്കെ ഡിഫറെന്റ്. കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് എന്തായാലും ഒരു കുറെ മേടിച്ചിരിക്കും. അലോവിനെ കാണിച്ചു കൊടുത്ത് അലോവിന് കളിപ്പാട്ടം മതി എന്ന് പറഞ്ഞാൽ. പിന്നെ പോപ്കോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മസാലയൊന്നും ഇല്ല കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മത്ത് പിടിച്ചു. ബോംബെ മുട്ടായി, ബോംബെ പൂട മുമ്പ് നമ്മളവിടെ വണ്ടി കൊണ്ടുവരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതല്ല പാനിപ്പൂരി അല്ല, പാനിപ്പൂരി നന്ദു ചോദിച്ചത്. എനിക്കത് കാണുമ്പോഴേ എന്ത് കാണാൻ, ഞാൻ കഴിക്കൂലത്. എനിക്ക് മറ്റേ കടല അപ്പുറത്ത് ഇരിപ്പുണ്ട, കടല
ആ കടല വറുത്തതും അതിന്റെ കൂടെ വറുത്തതല്ല ആവി കയറ്റി ആവിയേറ്റ് അതിലെത്തി മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി തരും പൊളിയാ. സോസൊക്കെ വാരി വിതറ് വാങ്ങുക. അപ്പൂപ്പന്റെ ഒഴുപ്പ് കണ്ടപ്പോഴേ എനിക്ക് എന്തിനാണ് തോന്നി. എന്നിട്ടും കഴിക്കുകയാണ്. എന്റെ രാമനും കൊടുത്ത് എനിക്ക് ഇഷ്ടമല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പിന്നെ ഇഷ്ടമുള്ള കമ്മലുണ്ട് കേട്ടോ. കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളിവിടെ വരേണ്ടതാണ്. വിലക്കുറവിൽ ഇഷ്ടം പോലെ, അത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കുറെ കമ്മൽ കിട്ടും. ഈ ടെഡി ബിയർ ഒക്കെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിനൊക്കെ 50-100 ഒക്കെ കുറവാണ് കേട്ടോ. ഞാൻ ഈ ഒരു പാവക്കുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാവക്കുട്ടിക്ക് 100 രൂപയുള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടാ. നല്ല ക്യൂട്ട് തോന്നുന്നു അല്ലേ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കുഞ്ഞാവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത്. നന്ദുവിനായിരുന്നു വാങ്ങിച്ചേ. സത്യം പറയാം നമ്മളിത് 2-3 മണിക്കൂറോടെ നിന്നല്ലേ. അത് ചുരുക്കിയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാം ചുരുക്കി ഒരു ചെറിയ വ്ളോഗാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.